ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുപാദങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം. എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മഹാഗുരുവിൻ്റെ മഹാസമാധി ദിനമാണ് ഇന്ന്, കന്നി 5. നമ്മൾക്കേവർക്കും ഒരു മഹത്തായ പുണ്യദിനമാണ് ഇന്ന്. എന്താണ് സമാധി? സമ്യക്, ആധി എന്നീ 2 പദങ്ങൾ ചേർന്ന ഒരു പദമാണ് സമാധി. സമ്യക് എന്നാൽ സമസ്ത പ്രപഞ്ചവും സമമായി ചെയ്യുന്നു, അല്ലെങ്കിൽ ബാഹ്യമായി വൈവിധ്യങ്ങളെന്ന് കാണുന്നവയെ ഏകാത്മകമായി കാണുന്നതിന് സമ്യക് എന്ന് പറയുന്നു. ആധി എന്നാൽ ഇരിപ്പിടം. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും എന്ന അവസ്ഥയെ ആനുഭൂതികമായി അറിഞ്ഞ് ആനന്ദിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സമാധി. അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി പ്രണവോപാസന നടത്തി ആത്മാനന്ദം അനുഭവിക്കുന്ന അവസ്ഥയാണ് സമാധി. സമാധിസ്ഥനായ യോഗിക്ക് ഇന്ദ്രിയ വിഷയങ്ങളായ ശബ്ദ, സ്പർശ, രൂപ, രസഗന്ധങ്ങൾ അറിയുവാൻ സാധിക്കുകയില്ല. സമാധിയാൽ സാധകന് അനന്തവും ആനന്ദദായകവുമായ കാര്യങ്ങൾ കേൾക്കുവാനും കാണുവാനും കഴിയുന്നു. ഈ അനുഭവത്തെ ദർശനമെന്ന് പറയുന്നു. സാധകൻ തിരിച്ച് ഇന്ദ്രിയബോധത്തിലേക്ക് മടങ്ങി വരുമ്പോൾ താൻ സമാധി വേളയിൽ ദർശിച്ച സത്യം ബാഹ്യലോകത്തിന് നൽകുന്നു. ഇതൊരു വ്യക്തിയുടെ ചിന്താമണ്ഡലത്തിൽ നിന്നും ഉണ്ടായതല്ല, അത് സത്യത്തിൽ നിന്നും സംഭവിച്ചതാണ്. അത് സത്യമാണ്, ജ്ഞാനമാണ്, അത് നാശമില്ലാത്തതാണ്. ഗുരുവിൻ്റെ കൃതികളെല്ലാം അത്തരത്തിലുള്ളതാണ്. ഗുരു ആനുഭൂതികമായി അറിഞ്ഞ് ആനന്ദിച്ച ആനന്ദക്കൂട്ടിൽ ആലപിക്കുന്നു. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദക്കൂത്തു കണ്ടാടുപാമ്പേ ഓമെന്നു തൊട്ടൊരു കോടി മന്ത്രപ്പൊരുൾ നാമെന്നറിഞ്ഞു കൊണ്ടാടുപാമ്പേ. സമാധിയിലെ ആന്തരികമായ ആത്മാനുഭൂതിയിൽ നിന്നും ഉണർന്ന് സാധകൻ വീണ്ടും ഇന്ദ്രിയഗോചരമായ ബാഹ്യലോക ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അതുകൊണ്ട് സമാധി ശരീരം വെടിയുന്ന മരണമല്ല. നമ്മൾ ബ്രഹ്മവിത്തുക്കളാണ്. വിത്തെന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് അഥവാ ഒരു വൃക്ഷത്തിന് കാരണഭൂതമായ അടിസ്ഥാന ഘടകമാണ്. വിത്ത് പൊട്ടിമുളച്ചു വന്നാൽ അത് അനേകം വിത്തുകൾക്ക് ജന്മം നൽകും. അത് അനന്തരമായി അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ആ വിത്ത് ഉണങ്ങി വരേണ്ട പാറപ്പുറത്ത് വീണാൽ അത് മുളയ്ക്കുകയില്ല. അത് ഗുണമില്ലാതെ നശിച്ചു പോകും. അത് മുളയ്ക്കണമെങ്കിൽ മണ്ണിനടിയിലേക്ക് പോകണം. അവിടെ നിന്ന് ആ വിത്ത് പൊട്ടി മുളച്ച് ചെടിയായി തീർന്ന് അനേകം വിത്തുകൾ നൽകുവാൻ കഴിവുള്ള ഒരു വൻ വൃക്ഷമായി തീരും. അവിടെ വിത്തായി കണ്ട ഭൗതിക രൂപം ഇല്ലാതാകുന്നു, നശിക്കുന്നു. ആ വിത്തിലിരുന്ന സത്യം ജനിച്ചു വളരുന്നു. ബ്രഹ്മവിത്തായിരിക്കുന്ന നാം ജീവിതത്തിൽ നമ്മിലെ സത്തയായ സത്യത്തെ അറിയുന്നില്ല, പ്രകാശിപ്പിക്കുന്നില്ല. ബ്രഹ്മവിത്തായ നാം ബ്രഹ്മമാണെന്ന് അനുഭവിച്ചറിഞ്ഞ് ആനന്ദിപ്പിക്കണം. സത്യത്തെ അറിഞ്ഞ് അളവില്ലാത്ത പരമാനന്ദം അനുഭവിക്കുന്ന പ്രക്രിയയാണ് സമാധി. ഗുരു ആത്മോപദേശ ശതകത്തിലെ 1-ാം ജ്ഞാനവല്ലരിയിലൂടെ ആലപിക്കുന്നു. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ
തന്നുരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും. കരുവിനു കണ്ണുകളഞ്ചുമുള്ളടക്കി തെരുതെര വീണു വണങ്ങിയോതിടേണം. എന്താണ് ഓതേണ്ടത് എന്ന് ആത്മോപദേശ ശതകത്തിലെ 100-ാം ജ്ഞാനവല്ലരിയിൽ ആലപിക്കുന്നു. അതുമിതുമല്ല സദർത്ഥമല്ലഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി. സത് അസത് ഇത് പ്രതിപത്തിയറ്റ് സത്തോം ഇതി മൃദുവായി അമർന്നിടേണം. ഞാൻ അതുമല്ല, ഇതുമല്ല, ശരീരമല്ല, ശരീരിയുമല്ല. ഞാൻ സത്താണ്, ചിത്താണ്, അമൃതാണ്, സച്ചിദാനന്ദമാണ്, നാശരഹിതമാണ്. ആ അനുഭൂതി തെളിഞ്ഞ് ആ തെളിവ് മാത്രമായി തീരണം. ഇങ്ങനെ ധീരനായിട്ട് പ്രണവത്തിൽ മൃദുവായി അമരണം. സമാധിയിൽ ശരീരബോധം നശിക്കുന്നു, ആത്മബോധം ഉണ്ടാകുന്നു. അങ്ങനെ ഞാൻ ശരീരമല്ല, അറിവാണ് എന്ന പരമാനന്ദ ബോധം ജനിക്കുന്നു. ഞാൻ നശ്വരമായ ശരീരമല്ല, അനശ്വരമായ ആത്മാവാണെന്ന് സാധകന് സമാധിയിൽ ആക്കുന്നതിനെ പുനർജനനമെന്ന് പറയുന്നു. താൻ ആനുഭൂതികമായി അറിഞ്ഞ തത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ട് പുതിയ പേര് സ്വീകരിക്കുന്നു. ഇതേപോലെയാണ് നാരായണ ഗുരു എന്ന പേര് സ്വയം സ്വീകരിച്ചത്. ഭഗവത്ഗീത ഈ തത്വത്തെ ഇപ്രകാരം പറയുന്നു: ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ദ്വിജ. ഭൗതിക ജന്മം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് ശൂദ്രൻ്റേതാണ്, അജ്ഞാനിയുടേതാണ്. കർമ്മം കൊണ്ട് തൻ്റെ സത്ത നശിക്കുന്ന ശരീരമല്ല, അനശ്വരമായ ആത്മാവാണ് എന്നറിഞ്ഞ് ആനന്ദം അനുഭവിക്കുന്ന പുതിയ ജീവിതം സാധകന് വന്നു ഭവിക്കുന്നു. അത് 2-ാം ജന്മമാണ്. അങ്ങനെ ദ്വിജനാകുന്നവൻ തന്നെ ദൈവം, ബ്രഹ്മം. ഇതിനെയാണ് ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയുന്നത്. നാരായണ ഗുരു ഗദ്യപ്രാർത്ഥനയിൽ വെളിപ്പെടുത്തുന്നു: നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കും. സമാധിസ്ഥ ഭാവത്തിൽ ഭൂജാതനായ നാരായണ ഗുരു ആ സമാധിസ്ഥ അവസ്ഥയിൽ നിന്ന് സാധാരണത്വത്തിലുള്ള മനുഷ്യപ്രകൃതത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം വീണ്ടും സമാധിസ്ഥാനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇന്ദ്രിയങ്ങളും മനസ്സും നിഗ്രഹിച്ച് സമസ്ത പ്രപഞ്ചവും സമമായി നിൽക്കുന്നു. ആ പരമാത്മാവിൽ ലയിച്ചിരിക്കുന്നു. അതാണ് മഹാസമാധി. ശരീരം ആത്മാവിൽ നിന്നും വേർപെടുന്നു. അജ്ഞാനം മാറി പരമാത്മാവിൽ ലയിച്ചു ചേരുന്നു. ജീവാത്മാവും പരമാത്മാവും ഏകീഭവിക്കുന്നു. ജീവാത്മാവ്, പരമാത്മാവ് എന്ന് 2 ആത്മാവില്ല. പരമാത്മാവിൽ അജ്ഞാനത്താൽ മായയാൽ മൂടപ്പെട്ട അവസ്ഥയാണ് ജീവാത്മാവ്. നിരന്തരം ഉപാസിച്ചാൽ അജ്ഞാനമില്ലാതാകുന്നു. പിന്നെ പരമാത്മാവ് മാത്രമാകുന്നു. അങ്ങനെ പരമാനന്ദം അനുഭവിക്കുന്ന അവസ്ഥയാണ് മഹാസമാധി. ഗുരുവിൻ്റെ മഹാസമാധി ഒരു ശാസ്ത്ര സത്യമാണ്. മഹാസമാധി ഒരു ശാസ്ത്രമാണ്. സംഖ്യാഗണിതത്തിലെ ഏറ്റവും വലുതും പൂർണ്ണവുമായ ഒറ്റ സംഖ്യ 9 ആണ്. 9നെ ഏതു സംഖ്യ കൊണ്ട് ഗുണിച്ചാലും കിട്ടുന്ന ഫലത്തിൻ്റെ ഏകാത്മമൂല്യം 9 തന്നെയായിരിക്കും. പൂർണ്ണത ഉൾക്കൊള്ളുന്ന വൃത്തത്തിൻ്റെ പരിധി 360 ഡിഗ്രി. അതിൻ്റെ മൂല്യവും 9. ഈ പ്രപഞ്ചത്തിൽ ജനിക്കുന്നവർക്കുള്ള ജന്മനക്ഷത്രങ്ങൾ 27. അതിൻ്റെ മൂല്യം 9. നവഗ്രഹങ്ങൾ 9, നവരത്നങ്ങൾ 9. പൂർണ്ണതയോടെ ജന്മം കൊള്ളാൻ മനുഷ്യന് വേണ്ടുന്ന സമയം 9 മാസം, 9 ദിവസം, 9 നാഴിക, 9 വിനാഴിക. മനുഷ്യരിൽ നവരസഭാവങ്ങൾ. ഒരു മനുഷ്യനിൽ 21,600 ശ്വാസോച്ഛ്വാസം നടക്കുന്നു. 1080 സന്ധികളുണ്ട്. മർമ്മസ്ഥാനങ്ങൾ 9. നവദ്വാരങ്ങൾ.
ക്ഷേത്ര ആരാധനയ്ക്കുള്ള മന്ത്രങ്ങൾ 108, 1008, 108 ഉപനിഷത്തുകൾ, 18 പുരാണങ്ങൾ, മഹാഭാരതത്തിൽ കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം, 18 അക്ഷൗഹിണിപ്പട, 18 പർവ്വതങ്ങൾ, ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങൾ, ശബരിമലയിൽ പടികൾ 18, ഹരിശ്രീ ഗണപതയേ നമ 18 അക്ഷരങ്ങൾ, അനുകമ്പാ ദശകത്തിൽ നവാക്ഷരി അരുളുള്ളവനാണു ജീവി, ജനനീ നവരത്നമഞ്ജരി നവമഞ്ജരി, ഗുരു രചിച്ച 63 ജ്ഞാനാമൃതങ്ങൾ, 72 സംവത്സരക്കാലം ജ്ഞാനലീലയാടി 72ാമത്തെ വയസ്സിൽ മഹാസമാധി പ്രാപിച്ചു. ഗുരുവിൻ്റെ പൂർണ്ണതയെ പ്രകാശിപ്പിക്കുന്ന തത്വമാണിത്. 21,600 ശ്വാസോച്ഛ്വാസം ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം നടത്തുന്നു. എന്നാൽ ഒരു യോഗി ധ്യാനത്തിന്, പ്രാർത്ഥനയ്ക്ക്, പ്രാണോപാസന അഥവാ പ്രണവോപാസന നടത്തുന്ന വേളയിൽ പ്രാണന്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങളുടെ സമയദൈർഘ്യം കൂടിക്കൂടി ആകെ ഉപയോഗിക്കുന്ന ശ്വാസോച്ഛ്വാസത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ഒരു യോഗിക്ക് ഒരു ദിവസം 60 ശ്വാസോച്ഛ്വാസം മതിയാകും. മനുഷ്യൻ ഒരു ദിവസം നടത്തുന്ന 21,600 ശ്വാസോച്ഛ്വാസം നടത്തുവാൻ യോഗിക്ക് 360 ദിവസം വേണ്ടിവരും. ഒരു മനുഷ്യൻ്റെ ഒരു വർഷമെന്നത് യോഗിക്ക് ഒരു ദിവസം മാത്രം. ഗുരു ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞിരിക്കുന്നു, പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് 1,10,000 ആണ്ടൊരൽപ്പനേരം അറിവപര പ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരമാണ്ടുപോലെ തോന്നും. പ്രാർത്ഥനയിൽ യോഗി പ്രണവോപാസനയ്ക്കു വേണ്ടി നടത്തിയ പ്രാണധാരണത്തിലെ പ്രാണനെ പരമാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നതിനാൽ വെളിയിലേക്ക് വിടുന്നില്ല. അകത്തേക്കു കടന്ന ഓക്സിജൻ ശരീരത്തിലെ പ്രവർത്തനത്തിനു ശേഷം കാർബൺ ഡയോക്സൈഡായി മാറുന്നു. ഇത് വെളിയിലേക്ക് പോകുവാൻ ശരീരത്തിനുള്ളിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു. അതിൻ്റെ ഫലമായി പ്രാണൻ ശക്തിയായി മുകളിലേക്ക് സഞ്ചരിച്ച് ശിരസിനെ നെന്മണി വലിപ്പത്തിൽ പിളർത്തി വെളിയിലേക്ക് പോയി പ്രാണൻ ശരീരവുമായുള്ള ബന്ധം വേർപെടുത്തുന്നു. ഇതിനെയാണ് മഹാസമാധി എന്ന് പറയുന്നത്. ഇതിനെ ഊർദ്ധമുഖ സമാധി എന്ന് പറയുന്നു. മഹാപുരുഷൻ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും അത് ബ്രഹ്മചൈതന്യമായി ആ ശരീരത്തിനു മുകളിൽ അന്തരീക്ഷത്തിൽ പ്രസരിച്ചു നിൽക്കും. മഹാസമാധി പ്രാപിച്ചതിന് ശേഷം ആ സ്ഥലത്ത് ഉചിതമായ രീതിയിൽ ആരാധന നടത്തിയാൽ ആ ദിവ്യാത്മശക്തി മഹാചൈതന്യമായി കുറഞ്ഞത് 10,000 വർഷം വരെയെങ്കിലും അവിടെ സ്ഥിതി ചെയ്യും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് അപ്രത്യക്ഷമാകും. അതുകൊണ്ടാണ് മഹാസമാധി സ്ഥലങ്ങളെ ക്ഷേത്രങ്ങൾക്കും അതീതമായ ആരാധനാ കേന്ദ്രമായി കാണുന്നത്. ആ മഹാസമാധിയിൽ ചെന്ന് ജപിച്ചാൽ മഹാസമാധി ദർശിക്കുന്ന ഒരാൾക്ക് 10,000 ക്ഷേത്ര ദർശനത്തിൻ്റെ ഫലം കിട്ടും. മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ജീവിതാവസ്ഥകളെ 7 അവസ്ഥകളായി വിഭജിച്ചിരിക്കുന്നു. 1 മുതൽ 7 വരെ ഒരു കുട്ടിയിൽ ശാരീരിക വളർച്ച, അതായത് ഫിസിക്കൽ ബോഡി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. 8 മുതൽ 14 വരെ സെക്ഷൽ ബോഡി ഡെവലപ്മെൻറ്റ്, 15 മുതൽ 21 വയസ്സ് വരെ മെൻ്റൽ ബോഡി ഡെവലപ്മെൻറ്റ്, 22 മുതൽ 28 വരെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, 29 മുതൽ 35 വയസ്സ് വരെ സ്പിരിച്വൽ ബോഡി ഡെവലപ്മെൻറ്റ്. ആറാമത്തെ അവസ്ഥ, അതായത് അതിനുശേഷം സമാധിക് ബോഡി, പിന്നീട് പരിനിർവാണിക് ബോഡി. ഇങ്ങനെ ഈ കാലയളവിൽ, അതായത് ഈ 4ാമത്തെ ഘട്ടത്തിലാണ് നാരായണ ഗുരുവിന് ആദ്യത്തെ ശ്രീകൃഷ്ണ ദർശനം ഉണ്ടാകുന്നത്. ഏകദേശം 22ാമത്തെ വയസ്സിലാണ് ഗുരു കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ്റെ ചേവണ്ണൂർ കളരിയിൽ സംസ്കൃത ഉന്നത പഠനത്തിനെത്തിയ സമയം. വാരണപ്പള്ളി തറവാടിൻ്റെ തെക്കുവശത്തുള്ള ചെമ്പക ചുവട്ടിലിരുന്ന്
തപസ്സു ചെയ്ത വേളയിൽ പ്രകാശത്താൽ പ്രശോഭിതമായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദിവ്യോത്സവം ദർശിച്ചത്. ഭൂയോ വൃത്തിനിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനി ലീനമായി ചുഴലവും ശോഭിച്ചു ദിവ്യപ്രഭ. മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമക്കായാവിൻ മലർമേനി കൗസ്തുഭമണി ഗ്രീവന്റെ ദിവ്യോത്സവം. ആ ആദ്യാനുഭവത്തെ കൂടുതൽ പ്രശോഭിതമാക്കിക്കൊണ്ട് സ്വയം പ്രകാശമായി തീരുക എന്ന ലക്ഷ്യത്തോടെ നാണുഭക്തൻ എന്ന ഷൺമുഖ ഭക്തൻ മരുത്വാമലയിലെത്തിയത്. പിള്ളത്തടം ഗുഹയിൽ കഠോര തപസ്സിലൂടെ പൂർണ്ണചന്ദ്ര പ്രഭാതുല്യം ശിവശോഭയും അതുവഴിയുള്ള ദേവലോകാനുഭൂതിയുമുണ്ടായി. ശിവശതകത്തിലെ 100-ാം ശ്ലോകം രണ്ടാം അനുഭവത്തെ അനാവരണം ചെയ്യുന്നു. കുളിർമതി കൊണ്ടു കുളിർത്ത ലോകമെല്ലാം ഒളിതിരളുന്നൊരു വെണ്ണിലാവു പൊങ്ങി തെളുതെളെ വീശി വിളങ്ങി ദേവലോക കുളമതിലാമ്പൽ വിരിഞ്ഞു കാണണമേ. വീണ്ടും കഠിന തപസ്സുകൊണ്ട് തൻ്റെ അവസ്ഥയും ആവശ്യവും എന്തെന്ന് ഷൺമുഖനോട് ഷൺമുഖസ്തോത്രത്തിലൂടെ ഗാനം ചെയ്യുന്നു. ലുപ്തപിണ്ഡ പിതൃപ്രതിക്രിയ ചെയ്വതിന്നുമിതൊന്നിനും ക്ലിപ്തമില്ലയെനിക്കു താവക പാദസേവനമെന്നിയേ. ലബ്ധവിദ്യനിവൻ ഭവത്കൃപയുണ്ടിതെങ്കിലനന്യ സംതൃപ്തിയും പദഭക്തിയും വരമാശു ഷൺമുഖ പാഹി മാം. അങ്ങനെ 28 വയസ്സുവരെ സഗുണാദേവതാ ദർശനം, ശിവദർശനം, സുബ്രഹ്മണ്യ ദർശനം, ഷൺമുഖ ദർശനം, പിന്നീട് മരുത്വാമലയിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ സാന്നിധ്യവും സാക്ഷാത്കാരവും ഉണ്ടായി. ഉപാസനയിലൂടെ എല്ലാ ദേവീദേവന്മാർക്കും മഹാദേവനായിട്ടുള്ള ശിവനെ ഗുരു പ്രത്യക്ഷമായി സാക്ഷാത്കരിച്ചു. അങ്ങനെ ശിവതത്വമായി മാറി. എല്ലാ ദേവീദേവന്മാർക്കും പരമകാരണമായ പരമാത്മസത്തയെ പ്രാപിക്കാനായിരുന്നു പിന്നീടുള്ള തപസ്. ദൈവമേ, നിനയ്ക്ക് നീയും ഞാനും ഒന്നായിത്തീരട്ടെ, ദൈവവുമായി ലയിച്ച് ഒന്നായിത്തീരണം എന്ന സങ്കല്പത്തിലായിരുന്നു ആ തപസ്. ആ തപസ്സിൽ നാരായണൻ ദൈവമായി തീർന്നു. ആത്മവിലാസം എന്ന കൃതിയിൽ ഗുരു എഴുതിയിട്ടുണ്ട്, നാം ഇതാ ദൈവത്തെ പ്രാപിക്കുന്നു, നാം ഇതാ ദൈവം മാത്രമായിരിക്കുന്നു. ദൈവസ്വരൂപനായ നാരായണൻ നാരായണ ഗുരുവായി മാറി. ഗുരു പ്രത്യക്ഷ ദൈവമാണ്. ഗുരു സാക്ഷാത് പരബ്രഹ്മമാണ്. ഗുരു എന്ന ശബ്ദത്തിന് അർത്ഥം ഗു എന്നാൽ അന്ധകാരം, രു എന്നാൽ അത് നിഷേധിക്കുക. ഗുരു എന്നാൽ അന്ധകാരത്തെ നിരോധിക്കുക. ലോകത്ത് മനുഷ്യൻ്റെ സർവ്വ ദുഃഖങ്ങൾക്കും കാരണം അന്ധകാരമാണ്, അജ്ഞതയാണ്. ആ അജ്ഞാനത്തെ അകറ്റുന്ന ജ്ഞാനസൂര്യനായി ഭവിച്ച നാരായണൻ തപസ്സിലൂടെ ഒരു സൂര്യൻ ഉദിച്ചുയരുന്ന ആനുഭൂതികതയിൽ നിന്ന് ഉയർന്ന് 6 സൂര്യന്മാർ ഉയർന്ന് അനുഭൂതിയിലെത്തി. 6 സൂര്യന്മാർ ഉദിച്ചുയർന്ന അനുഭൂതിയിലെത്തി. ആ ദർശനത്തെ ഷൺമുഖ ദർശനത്തിലൂടെ ഗാനം ചെയ്തിരിക്കുന്നു. അർക്കബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടയ്ക്കിടയ്ക്കരവങ്ങളമ്പിളി തുമ്പയും ദുഷ്കൃതങ്ങളകറ്റുവാനൊഴുകിയിടുമമ്പരഗംഗയും ഹൃത്കുരുന്നിലെനിക്കു കാണണം എപ്പോഴും ഗുഖപാഹി മാം. 6 സൂര്യന്മാർ ഒന്നിച്ചുയർന്ന് വരുന്നത് പോലെ വിളങ്ങുന്ന ദിവ്യമായ കിരീട സമാനമായ ജടയുടെ മധ്യത്തിൽ പാമ്പുകൾ, ചന്ദ്രക്കല, തുമ്പപ്പൂവ്, ഭക്തന്മാരുടെ പാപങ്ങളെ ശമിപ്പിക്കുന്നതിനായി ഒഴുകുന്ന ദേവഗംഗ
എന്നിവ സദാ എൻ്റെ ഉള്ളിൽ പ്രത്യക്ഷമായി കാണാൻ സുബ്രഹ്മണ്യ ഭഗവാനെ രക്ഷിച്ചാലും വീണ്ടും തപസ്സുകൊണ്ട് കഠോരമായ ഇരുളിനെയും അജ്ഞാന അന്ധകാരത്തെയും അകറ്റുവാൻ പ്രാപ്തമായ ആദിസമമായ 10,000 സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചുയരുന്നതുപോലെ ഈ ജ്ഞാനാനന്ദത്തെ ആത്മോപദേശ ശതകത്തിലൂടെ ഗാനം ചെയ്തിരിക്കുന്നു. ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടുമനിത്യമായയാമി ഇരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ. ഒരു 10,000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയർന്നു വരുന്നതുപോലെ ആത്മബോധം സംഭവിക്കുന്നു. 10,000 സൂര്യന്മാർ ഉദിച്ചുയരുന്നതുപോലെ ജ്ഞാനാനുഭവത്തിന് ശേഷവും ഗുരു തപസ്സു തുടർന്നു. ആ തപസ്സിൽ 1,000,000 സൂര്യന്മാർ ഒന്നിച്ച് ഉയർന്നു വരുന്നതുപോലെ ജ്ഞാനപ്രകാശമുണ്ടായി. ഈ അനുഭവത്തെ ഗുരു ചിജ്ജട ചിന്തനം എന്ന കൃതിയിലൂടെ പ്രകാശിപ്പിച്ചിരിക്കുന്നു. 1,000,000 ദിവാകരരൊത്തുയരും പടി പാരൊടു നീരനലാദികളും പടി കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്നു വിളങ്ങിടണം. കോടി സൂര്യന്മാർ ഒത്തൊരുമിച്ച് ഉദിച്ചുയരുന്നതുപോലെ ആത്മജ്ഞാനമുണ്ടായി. ആ ജ്ഞാനപ്രകാശത്താൽ നാരായണൻ പ്രകാശസ്വരൂപമെന്ന അർത്ഥമുള്ള ഗുരുപദത്തിലെത്തി നാരായണ ഗുരുവായി ഭവിച്ചു. കോടി സൂര്യ പ്രഭാതുല്യം പ്രശോഭിക്കുന്ന ശിവചൈതന്യത്തിൽ പൂർണ്ണമായി ലയിച്ചു ചേർന്ന നാണു ഭക്തൻ ശിവചൈതന്യമായി ഭവിച്ചു, ഗുരുവായി ഭവിച്ചു. ശിവൻ തന്നെയാണ് ഗുരു. നാരായണ ഗുരു പരമപ്രകാശരൂപിയായ സഹസ്രകിരണ ജ്ഞാനസൂര്യനായി മഹാഗുരുവായി ആനന്ദ നടനമാടി. 1,000 കോടി അനന്തൻ നീയാനനം 1,000വും തുറന്നാടു പാമ്പേ. മരുത്വാമലയിലെ തപസ്സിന് ശേഷം ആത്മസാക്ഷാത്കാരം നേടിയ ഗുരു താഴേക്കിറങ്ങി വന്നു. യാതൊരുവനാണോ ആ പരമമായ ബ്രഹ്മത്തെ അറിയുന്നത് അവൻ ബ്രഹ്മം തന്നെയായി ഭവിക്കുന്നു എന്ന് മുണ്ടകോപനിഷത്ത് തത്വത്തെ ഗുരു ഇവിടെ വെളിപ്പെടുത്തുന്നു. ഈശാവാസ്യമിതം സർവം, സർവ്വതിലും ഈശൻ തന്നെയാണ് വസിക്കുന്നത് എന്ന ഈശാവാസ്യോപനിഷത്ത് തത്വവും ആത്മവാസ്യമിതം സർവം എന്ന ശ്രീമദ് ഭാഗവതത്തിലും സർവ്വതിലും ആത്മാവ് വസിക്കുന്നു എന്ന തത്വവും സർവം കൽവിതം ബ്രഹ്മ എന്ന ഛാന്തോക്യോപനിഷത്തിലെ തത്വവും അനുഭവിച്ചറിഞ്ഞ നാരായണൻ ദൈവം തന്നെയായി ഭവിച്ചുകൊണ്ട് പറയുന്നു, ഇനി നമുക്ക് വ്യവഹരിക്കുന്നതിന് പാടില്ല. രണ്ടുള്ളപ്പോഴാണ് വ്യവഹരിക്കുന്നത്. എല്ലാം താൻ തന്നെയാണ്. ഗുരു ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സമൂഹത്തെ സർവതോമുഖമായി ഉയർത്തുവാനും ഉണർത്തുവാനും ഗുരുവിന് കഴിഞ്ഞത്. ഗുരു ലോകത്തിന് പ്രദാനം ചെയ്തത് ഒരു വിശ്വമാനവിക തത്വദർശനമായിരുന്നു. ഈ കാലഘട്ടത്തിനനുസരിച്ച് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും സവിശേഷത മനസ്സിലാക്കി സമസ്ത ജനതയ്ക്കും സ്വീകാര്യമാകുന്ന ഒരു വിശ്വദർശനമുണ്ടാക്കി. അങ്ങനെ 32-ാം വയസ്സിൽ അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് പ്രഖ്യാപനം ചെയ്തു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. എല്ലാവരും ആത്മസഹോദരങ്ങളാണ് എന്ന ഏകലോക ദർശനം ഗുരു പ്രവചനം ചെയ്തു. നാളത്തെ വരാൻ പോകുന്ന ലോകം ജാതിമത ചിന്തകൾക്കധീനമായി ദൈവമക്കളായി മുഴുവൻ ആളുകളും ആത്മസഹോദരങ്ങളാണ് എന്നുള്ള ഏകലോക ദർശനത്തിലാണത് എത്തുന്നത്. 33-ാമത്തെ വയസ്സിൽ ഏകലോക പ്രഖ്യാപനം ചെയ്തു. 1903 ജനങ്ങളുടെ ഭൗതികമായ വളർച്ചയ്ക്ക് സഹായിക്കുന്ന SNDP യോഗം സ്ഥാപിച്ചു. 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക,
സിലോൺ തുടങ്ങിയ ദേശങ്ങളിലായി ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും വിദ്യാലയങ്ങളും നിശാപാഠശാലകളും വ്യവസായശാലകളും സ്ഥാപിച്ചു. ആധ്യാത്മികവും ഭൗതികവുമായ പുരോഗതിക്ക് ആവശ്യമായ സ്ഥാപനങ്ങൾ ഏർപ്പാട് ചെയ്തു. ഗുരുവിനെ ദർശിക്കുന്നതിനായി പല മഹത് വ്യക്തികളും ശിവഗിരിയിലെത്തി. കോട്ടയം നാഗമ്പട ക്ഷേത്രത്തിൽ 108 SNDP ശാഖകൾക്ക് 1928 ജനുവരിയിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകി. ഗുരു പങ്കെടുത്ത അവസാനത്തെ പൊതുചടങ്ങായിരുന്നു അത്. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകി. കോട്ടയത്ത് നിന്ന് ഗുരു പോയത് വൈക്കത്തേക്കായിരുന്നു. അവിടെ വെല്ലൂർ മഠത്തിൽ വിശ്രമിച്ചു. അവിടെ വെച്ച് മൂത്രതടസ്സമുണ്ടായി. വൈക്കം ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർ റാവു ചികിത്സിച്ചെങ്കിലും ശമനമുണ്ടായില്ല. പ്രഗത്ഭരായ പല ഡോക്ടർമാരും ഗുരുവിനെ ചികിത്സിച്ചു. 1928 ഏപ്രിൽ മാസത്തിൽ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ശിവഗിരിയിൽ വന്ന് ഗുരുവിനെ സന്ദർശിച്ചു. സംഭാഷണത്തിനിടയിൽ ഇങ്ങനെ പറഞ്ഞു: അനേകം പേരുടെ രോഗം മാറ്റുന്നല്ലോ, അവിടുത്തെ രോഗവും അങ്ങേക്ക് മാറ്റിക്കൂടെ? അവിടുന്ന് ഏറെക്കാലം ജീവിച്ചിരിക്കണം. അവിടുന്നൊന്ന് സങ്കല്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഗുരു പറഞ്ഞു: ശരീരമല്ലേ, ഇനി പോകേണ്ട സമയമായി. ഇതുകൊണ്ട് ഇനി പ്രയോജനമൊന്നുമില്ല. ഓങ്കാരമൂർത്തിയായ പരമ്പൊരുൾ അധർമ്മം പെരുകുമ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനായി യുഗം തോറും അവതരിക്കുന്നുവെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നു. സർവേശ്വരൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചാൽ ദേഹവിയോഗവും അനിവാര്യമാണ്. ഗുരു മഹാസമാധിക്ക് ഏതാണ്ട് 6 മാസം മുൻപ് തന്നെ സൂചനകൾ നൽകിയിരുന്നു. ആയിടയ്ക്കാണ് ഗുരുവിൻ്റെ അരുമ ശിഷ്യൻ ഉപരിപഠനത്തിനായി യൂറോപ്പിലേക്ക് പോകുന്നത്. വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് യാത്ര ചോദിക്കുവാനായി ഗുരുസന്നിധിയിൽ ചെന്ന് നടരാജൻ നമസ്കരിച്ചു. ഗുരു തമ്പിക്ക് വേണ്ടി കരുതി വച്ചിരുന്ന പണക്കിഴി കൊടുത്തു. പ്രസാദം കൊടുക്കുവാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ 3 ബ്രഹ്മചാരികൾ ഓടിപ്പോയി 3 തരം പഴങ്ങൾ കൊണ്ടുവന്നു. അവ വാങ്ങി കയ്യിൽ വെച്ചിട്ട് സന്തോഷപൂർവം തമ്പിയെ നോക്കിയിട്ട്, അല്ല തമ്പി, ഇരട്ടി ഫലമായല്ലോ എന്ന് പറഞ്ഞു. 3 പഴങ്ങളും തമ്പിക്ക് നൽകി. അല്പനേരത്തെ മൗനത്തിന് ശേഷം ഗുരു ചോദിച്ചു: തമ്പി എന്നു മടങ്ങി വരും? 8 മാസം കഴിഞ്ഞ് എന്ന് തമ്പി പറഞ്ഞപ്പോൾ ഗുരു അല്പനേരത്തെ മൗനത്തിന് ശേഷം 6 മാസം എന്ന് അർത്ഥഗർഭമായി പറഞ്ഞു. 1928 മാർച്ച് 20-നാണ് ഈ സംഭവം. നടരാജൻ വിദേശത്ത് പോയി. 1928 സെപ്റ്റംബർ 20-ന് ഗുരു മഹാസമാധി പ്രാപിച്ചു. അപ്പോഴാണ് മാർച്ച് 20-ന് ഗുരു 6 മാസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നടരാജന് അതിൻ്റെ ആ പൊരുൾ നടരാജന് അനുഭവമായി അറിയാൻ കഴിഞ്ഞത്. നല്ല സമയത്ത് ജന്മം കൊള്ളുന്ന മഹത്തുക്കളായ യോഗികൾ അവരുടെ ജീവിത ദൗത്യം പൂർത്തീകരിച്ച് ഭൗതിക ദേഹത്തിൽ നിന്നും വേർപിരിയുന്നതും നല്ല സമയം തിരഞ്ഞെടുത്താണ്. നല്ല സമയത്തിൻ്റെ ആഗമനത്തോടെ ഭക്തൻ ബ്രഹ്മപദത്തിൽ ലയിച്ചു ചേരുന്നു. യോഗി ഉത്തമ സമയത്ത് ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപിരിക്കുന്നു. ഗുരു ഏറ്റവും നല്ല ദിവസവും സമയവുമാണ് മഹാസമാധിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. മഹാസമാധിക്ക് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു: കന്നി 5 നല്ല ദിവസമാണ്, അന്ന് എല്ലാവർക്കും ആഹാരം കൊടുക്കണം. വ്യാഴഹോരയ്ക്ക് പുറപ്പെടാൻ പറ്റിയ സമയമാണ്. മരണത്തിൽ ആരും ദുഃഖിക്കരുത്. 1104 കന്നി 5 1928 സെപ്റ്റംബർ 20 ശുക്ലഷഷ്ഠി വ്യാഴാഴ്ച. ഗുരുവിൻ്റെ ആവശ്യപ്രകാരം ശിഷ്യനായ വിദ്യാനന്ദ സ്വാമികൾ യോഗവാസിഷ്ഠത്തിലെ മോക്ഷപ്രകരണം എന്ന അധ്യായം വായിച്ചുകൊണ്ടിരിക്കെ ഉച്ചയ്ക്ക് ശേഷം 3:30-ന് വ്യാഴഹോരയ്ക്ക് ഗുരു സമാധി പ്രാപിച്ചു. പരിനിർവാണം പൂകി. മഹാസമാധി ആഘോഷമാണ്, ജ്ഞാനമാണ്,
ആനന്ദമാണ്. മഹാസമാധിസ്ഥനായ ഗുരുവിൻ്റെ ഭൗതിക ശരീരം ശിവഗിരി വൈദിക മഠത്തിൽ നിന്നും വിശിഷ്ടമായി അലങ്കരിച്ച് പുഷ്പമാല്യങ്ങൾ ചാർത്തിയ ഒരു ചപ്രത്തിലിരുത്തി വാദ്യഘോഷങ്ങളോടെയും മന്ത്രോച്ചാരണങ്ങളോടും കൂടി പൊതുദർശനത്തിനായി വനജാക്ഷി സ്മാരക മന്ദിരത്തിലേക്കും അവിടെ നിന്നും മഹാസമാധി ഇരുത്തുന്നതിന് കുന്നിൻ മുകളിലേക്കും കൊണ്ടുപോയി. മഹാസമാധി ഇരുത്തൽ ചടങ്ങുകൾക്ക് ശേഷം 45-ാം ദിവസം മണ്ഡല മഹോത്സവം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ CV കുഞ്ഞുരാമൻ സ്വത്ത് തർക്കം കാരണം കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയതുകൊണ്ട് ആ മഹോത്സവം നടന്നില്ല. നിത്യമായ അറിവായ നാം അനിത്യമായ ശരീരത്തെ ഉപേക്ഷിച്ചാലും നിത്യമായി പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കും എന്നരുളിയ ഗുരുവിൻ്റെ മഹാസമാധി ആർഭാടപൂർവം ആഘോഷിക്കണം. ഗുരുവിൻ്റെ മഹാസമാധി ഒരു മഹോത്സവമാണ്. ഇരുട്ട് ദുഃഖമാണ്, പ്രകാശം ആനന്ദകരമാണ്, ആനന്ദം ആഘോഷകരമാണ്. ശരീരമില്ലാതെ പോയാലും നാം പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കും എന്ന് വെളിവാക്കിയ നാരായണ ഗുരു മഹാസമാധിയിലും പ്രകാശിച്ചു കൊണ്ട് തന്നെയിരിക്കും. ഗുരുവിൻ്റെ മഹാസമാധിയോടനുബന്ധിച്ച് പല പ്രമുഖ വ്യക്തികളും മഹാസമാധി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ കിളിമാനൂർ രോഹിണി തിരുനാൾ തമ്പുരാട്ടി, സഹോദരൻ അയ്യപ്പൻ, പന്തളത്ത് രാമവർമ്മ തമ്പുരാൻ, ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള, സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ എന്നിവരാണ് പ്രധാനപ്പെട്ടത്. അതിൽ മൂലൂർ പത്മനാഭ പണിക്കർ രചിച്ച സമാധി ഗാനത്തിൻ്റെ 2 വരികൾ ഇവിടെ ഞാൻ ആലപിക്കാം. പെരിയ പെരിയ ധീരരെ സിംഹളീയ സഹജരെ വരിക വരിക ഭാരതം സുഹൃതധരണിയല്ലയോ. പെരിയ പെരിയ ധീരരെ സിംഹളീയ സഹജരെ വരിക വരിക ഭാരതം സുഹൃതധരണിയല്ലയോ. ചരമജലധിമഗ്നമായ ഗുരുവരൻ്റെ തിരുവപുസ്സു കരുതി നിങ്ങൾ കരുണമിന്നു കരയരുതു ധീരരെ, കരകയരുതു ധീരരെ, കരകയരുതു ധീരരെ. പെരിയ പെരിയ ധീരരെ സിംഹളീയ സഹജരെ വരിക വരിക ഭാരതം സുഹൃതധരണിയല്ലയോ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം തത്സത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.